ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരങ്ക പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132ആയി. പരിക്കേറ്റത് 570ലേറെ പേർക്ക്. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടങ്ങി. വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇതിനകം വ്യക്തമാക്കിയതാണെന്നും പ്രതിപക്ഷം നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർല പറഞ്ഞു. मैंने व्यक्तिगत रूप से कई बार आग्रह किया कि प्रश्नकाल सबसे महत्वपूर्ण समय होता है. प्रश्नकाल के अंदर सरकार की जवाबदेही तय होती है, कार्यपालिका में पारदर्शिता भी आती है. मैंने पहले भी व्यवस्था दे रखी है, चाहे सत्ता पक्ष हो चाहे प्रतिपक्ष हो, प्रश्नकाल के अंदर केवल प्रश्नकाल ही होगा. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം 12 മണിവരെ നിർത്തിവെച്ച സഭ ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള എന്നതിനു പകരം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ദേശീയ സഹകരണ വികസന ഭേദഗതി ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തും. NDAയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് NDA MPമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രകടനം നടത്തി. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപഥിൽ 2500 NCC കേഡറ്റുകളും മൈ ഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ Mi-7 ഹെലികോപ്റ്ററുകളിൽ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർഘർ തിരങ്കയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരങ്ക യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഡൽഹി നിയമസഭാ പരിസരത്ത് ഇന്ന് തിരങ്ക യാത്ര സംഘടിപ്പിച്ചു. ഹർഘർ തിരങ്ക പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനി ഖുദിറാം ബോസിന്റെ 119ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. 1908 18ാം വയസ്സിലാണ് ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ബംഗാളിൽ നിന്നുള്ള വിപ്ലവകാരിയായ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഭാഗമായി. 1908 ബീഹാറിലെ മുസഫർപൂരിൽ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമായാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഖുദിറാം ബോസ് നിലകൊള്ളുന്നത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി T. സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി M. ലിജുവും പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, പലിശരഹിത കാർഷിക വായ്പകൾ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു.
ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കർക്കിടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും എല്ലാ സൗകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നാളെ പുലർച്ചെ 4-ന് തുടങ്ങുന്ന ചടങ്ങുകൾക്ക് മിക്കയിടങ്ങളിലും ടോക്കൺ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ തിരുമിറ്റക്കോട്, ഷൊർണൂർ, ലക്കിടി തുടങ്ങിയ കടവുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. പാലക്കാട് കൽപ്പാത്തിപ്പുഴ കടവിലും മുക്കൈ ശിവക്ഷേത്ര കടവിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. തൃപ്പാളൂരിൽ ഗായത്രിപ്പുഴ കടവിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിയിടാനെത്തുന്നവർ നദികളിലെ ഒഴുക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാവുബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് സമാപനം. യാത്രയുടെ ഭാഗമായി ഹരിദ്വാറിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ 4.5 കോടിയിലേറെ ഭക്തരാണ് പങ്കെടുത്തത്. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ദേവേന്ദ്രനാഥ് മഹത്തോയെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്തെ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു മഹത്തോ. അതേസമയം റാഞ്ചിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132ആയി. 570-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. 100ഓളം കെട്ടിടങ്ങളും തകർന്നു. ഇന്നലെ വൈകുന്നേരമാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായത്. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്കായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നൈജീരിയയിൽ നടക്കുന്ന അണ്ടർ-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. സാബിർ, ഫോയിൽ, എപ്പി ഇനങ്ങളിൽ വ്യക്തിഗത മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. നിഖിൽ വാഗ്, അക്ഷയ് ബാസ്ദർ, അശ്വിനി ആര്യ, തേജസ് പാട്ടീൽ, ലോകേഷ് വേമാനി തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തായ്വാൻ മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വീണ്ടും ശക്തമാകുന്നു. 24 മണിക്കൂറിനിടെ ചൈനയുടെ 2 യുദ്ധവിമാനങ്ങളും 7 നാവികസേനാ കപ്പലുകളും മേഖലയിൽ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US ഫെഡറൽ കോടതി തള്ളി. വഞ്ചന, കൈക്കൂലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ നൽകിയ അപേക്ഷ ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് ജഡ്ജി അംഗീകരിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും ചെലവുകൾ കുറയ്ക്കാനുമായി അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാൻ ഒരുങ്ങി അമേരിക്ക. ഗ്രീൻ കാർഡ്, പൗരത്വം, അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിലനുമതി പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂവെന്ന് US അധികൃതർ അറിയിച്ചു. വിസയുള്ള വിദേശ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ വിസയുള്ള വിദേശികൾക്ക് പ്രവേശനാനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88ആയി ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള MPമാർ, കേന്ദ്ര വ്യോമയാന മന്ത്രി K. രാംമോഹൻ നായിഡു, MPമാരായ അഖിലേഷ് യാദവ്, ഗൌരവ് ഗഗോയി, അമരീന്ദർ രാജ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരങ്ക പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടകവാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132ആയി. പരിക്കേറ്റത് 570-ലേറെ പേർക്ക്. അണ്ടർ-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.